ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗാർഡൻ ടൂറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട് അപ്പുറത്താണ്, തൊട്ടപ്പുറത്ത് കാണുന്ന ശ്രീവള്ളി ചേച്ചിയുടെ വീട്ടിലെ ഗാർഡൻ ടൂറാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ അവർ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കളർ പാറ്റേൺ ചെയ്തിട്ടാണ് അവർ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ നമ്മളിത് മുന്നൊരു ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇവർ രണ്ട് സൈഡിലും പെൻഡാസാണ് വെച്ചേക്കണത്. അത് നല്ല ഹൈറ്റിനനുസരിച്ചാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ മുറ്റത്താണെങ്കിൽ ചരലാണ് ഇട്ടേക്കണത്. അപ്പോൾ ഗാർഡൻ്റെ ഇപ്രവശത്ത് അവർ സെറ്റ് ചെയ്തേക്കുന്നത് റൂബി ഗ്രാസും ഈ റെഡ് പ്ലാന്റും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണത്. അതിൻ്റെ ഇടയിൽ ഈ ക്രോട്ടൺ പ്ലാന്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഒരു ഗാർഡൻ ചെയ്തേക്കണത്. അപ്പോൾ അതേ ഇതൊരു വട്ടകയാണ് കേട്ടോ, ഉപയോഗമില്ലാത്തൊരു വട്ടകയാണ്. ഇത് ഓട്ടയായി പോയിട്ട് അതിനകത്ത് ഇതേ ജറബറ വെച്ചേക്കുന്നതാണ്. ഇതുമ്മ പെയിൻറ്റ് റെഡ് കളറാണ് അടിച്ചേക്കണത്. അപ്പോൾ മൊത്തം റെഡ് കളറാണ് അവർ തീം കൊടുത്തേക്കണത്. എല്ലാത്തിനും ഇപ്പോൾ അവർ റെഡ് കളർ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചേക്കണത് നമുക്ക് ഇഷ്ടിക വയ്ക്കണതിന് പകരം ബോർഡർ വെച്ചേക്കണത് ചിരട്ടയാണ്. അത് കളർ അടിക്കാണ്ട് വയ്ക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാനായിട്ട്. പക്ഷേ കളർ അടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടേക്ക് വരുമ്പോൾ അതെ ചകിരി മടക്കം പെയിൻ്റ് അടിച്ച് വെച്ചേക്കാം കേട്ടോ. ചകിരി വന്നിട്ട് ബോർഡർ പോലെ വെച്ചേക്കാണ്. പിന്നെ ഇത് കസേരയുടെ കാലൊടിഞ്ഞു പോയിട്ട് അതുമ്മ കസേരമ്മ പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് ആ റെഡ് കളർ തന്നെ അടിച്ച് വെച്ചേക്കണേ. അതിനകത്ത് ഈ റൂബി ഇത് വെച്ചേക്കണ. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരലിൽ നിൽക്കുമ്പോൾ ആ ചിരട്ടയുടെയും ആ ചെടികളുടെയും കൂടിയും ഭംഗി വന്നു ഇപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതേ ഇവിടെ ആയാലും ചകിരി ബോർഡർ പോലെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുത്തി വെച്ചേക്കാണ്. ബാക്കിയൊക്കെ കെടുത്തിട്ടേക്കാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടത് കെടുത്തിട്ടേക്കാണ്. ഇതിങ്ങനെ കുത്തി വെച്ചേക്കാണ്. നമ്മുടെ തോട്ടത്തിൽ കാശ് ചെലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തു വെച്ചേക്കണത്. ഇത് നമ്മുടെ PVC പൈപ്പാണ്. അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് ഇതേ ഒരു ടൈലും കഷ്ണം എടുത്ത് വെച്ചുകൊണ്ട് അതിനകത്ത് ഒരു ചെടി വെച്ചേക്കണം കേട്ടത്. അത് രണ്ട് സൈഡിലും ഇറങ്ങി വരുന്ന രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതേ പൈപ്പ് തന്നെയാണ് കേട്ടോ. പൈപ്പിൻ്റെ മുകളിൽ അരേലിയ വെച്ചേക്കുന്നതാണ്. ചട്ടിയിൽ കളറും അത് തന്നെയാണ് കേട്ടോ ചെയ്തേക്കണത്. ഇപ്പോൾ ഇവിടെയും ഇവർ ഇതുപോലെ തന്നെ ചിരട്ട വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ചിരട്ട വെച്ചിട്ടുണ്ട്. ഒരേപോലത്തെ കളർ അടിച്ച് വെച്ചേക്കണേ. പിന്നെ അത് ആദ്യം അരേലിയ വെച്ചേക്കണ്. ആദ്യം പൊക്കം കുറഞ്ഞത്, പിന്നെ അതിൽ ഹൈറ്റ് കൂടിയത്, അങ്ങനെ ഹൈറ്റിനനുസരിച്ച് ചെടികൾ സെറ്റ് ചെയ്തേക്കണം. ഇതൊക്കെ ചട്ടിയിലുള്ള ചെടികളാണ് കേട്ടോ. ഇതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബേസനാണ്. ഇതും ഉപയോഗിക്കാൻ പറ്റാനായിട്ട് ഇതിനകത്ത് 10 മണി വെച്ചേക്കണേ. പിന്നെ ഇത് ഒരലാണ് കേട്ടോ. ഉപയോഗിക്കാൻ പറ്റാണ്ടായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ഒരൽ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഒരലെടുത്തുകൊണ്ടൊന്ന് അതുമ്മ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടുത്തെ മോൻ്റെ കളിപ്പാട്ടം കേട്ടോ. കളിപ്പാട്ടത്തിൽ റബ്ബർ കൊട്ട വെച്ചിട്ട് അതിനകത്ത് റൂബി ഗ്രാസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ കിളികളുടെ ശബ്ദം കേൾക്കാറുള്ളത് ഇവരുടെയാണ് കേട്ടോ. നമുക്ക് സൗണ്ട് വരുന്ന ആൾക്കാരാണ് ഇവർ. ഇപ്പം വീടിൻ്റെ സൈഡിലായിട്ട് ഇവരിങ്ങനെ കുറേ ചെടികൾ, ഇതൊക്കെ ചട്ടിയിലൊക്കെ വയ്ക്കുന്ന ചെടികളാണ്. പിന്നെ തണൽ ആവശ്യമുള്ള ചെടികളാണ് കേട്ടോ. അതിൻ്റെ അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തേക്കണതാണ് കേട്ടോ. ഇവിടെ കിണറിന് ഗ്രില്ലടിച്ചപ്പോൾ ബാക്കി വന്ന കമ്പി എടുത്ത് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തേക്കുന്നതാണ്. മുറ്റത്തുനിന്ന് കയറി കുറച്ച് ഭാഗം അവർ ടൈലിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിൽ വരുമ്പോഴും ഇവിടെ ലിപ്സ്റ്റിക് പ്ലാന്റും ഇതൊക്കെ വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ട്യൂബുമേ കയറ്റാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ചായിട്ട് ഇപ്പം ഇതിമേക്കൂടെ ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നതാണ്. പിന്നെ രണ്ട് സൈഡിലും ഹാങ്ങിങ് ആയിട്ട് മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ മണി പ്ലാന്റിൻ്റെ കൂട്ടിൽ കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് ഇവിടെ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വൈറ്റ് ചട്ടിയിൽ തന്നെ വെച്ചേക്കണേ. അപ്പോൾ ഇവര് വളരെ കുറഞ്ഞ ചെലവിൽ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഓരോ ഐഡിയകളാണ് ഇവരുടെ ഗാർഡനിലുള്ളത്. അത് കാണാനും നേരിട്ട് കാണാനും നല്ല രസമാണ്. കാണാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണതൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കണത്. ഇതൊക്കെ ചെയ്യണത് ഇവിടുത്തെ ഒരു മോളുണ്ട്, അവളാണ് ചെയ്യണത്. പിന്നെ ചേച്ചി, ഇവിടുത്തെ ചേച്ചി ഹെൽപ്പ് ചെയ്യും. രണ്ടുപേരും കൂടിയാണ് ചെയ്തെടുക്കണത്. മോൾ ടീച്ചറാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് വന്നിട്ട് ട്യൂഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഇവൾ ഇതിനൊക്കെ സമയം കണ്ടെത്തണത് കേട്ടോ. അപ്പം നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു തെളിവാണ് ഇവർ. അപ്പം ചേച്ചിക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആൾ നിൽക്കാത്തത് കേട്ടോ. നമ്മൾ മുന്നിട്ട് ഒരു വീഡിയോയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ കുറേ പറഞ്ഞു ആളോട് നിൽക്കാനായിട്ട്, പക്ഷെ ആൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.